നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്. വാപ്പയുടെ വരാം ഗ്രാൻഡ് ഫാദറിന് വാപ്പയുടെ വരാം. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു ശീലമുണ്ടല്ലോ, അച്ഛൻ്റെ പേര് അങ്ങനെ ഇടുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെയാണ് മുഹമ്മദ് കുട്ടിയാണ്. പക്ഷേ സ്കൂളിലും മാത്രമേ മുഹമ്മദ് കുട്ടിയുള്ളൂ. എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലുള്ള കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഞാൻ മുഹമ്മദ്. പിന്നെ എന്നെ ഈ അന്നത്തെ കാലത്താണ് ഈ ഐക്യമണിയൊക്കെ വന്നത്. അയിമുക്കാരാണ് കുടിക്കുന്നത് തന്നെ. കുറച്ച് കുസൃതിയായതുകൊണ്ട് വികൃതിയും കുസൃതിയൊക്കെ ഉള്ള ആൾക്കാർ കുട്ടികൾ നമ്മൾ കുറച്ച് അങ്ങനെ റെവല്യൂഷണറി എന്ന് വിളിക്കുന്ന പോലെ എന്നെ അയിമുക്കാരാണ് വിളിക്കുന്നത്. അയിമു എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൻ്റെ ഒരു അസ്ഥിരമുണ്ട്. ഒരു വല്ലാത്ത പഴഞ്ഞം പേരാണ് എന്ന് തോന്നി. പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ആൾക്കാരൊക്കെ പ്രായമുള്ള ആൾക്കാർ. എൻ്റെ ഉപ്പാപ്പയുടെ പേരാണ്. ആ ലെവലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഉളുപ്പരി മറ്റും എൻ്റെ ഓർമ്മയിലും. അപ്പോൾ അത്രയും പ്രായമുള്ള ആളുടെ പേര് എനിക്ക് കഴിഞ്ഞാൽ ഒരു അരോചകം ഞാനത്. അപ്പോൾ കോളേജ് കയറി മാരേജ് കോളേജിൽ പത്ത് ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാനിങ്ങനെ ഒളിപ്പിച്ചു. അവൻ ആ പേര് അപ്പാടെ ഞാനത് മറച്ചിട്ട് എൻ്റെ പേര് ചോദിക്കുന്നവരൊക്കെ ഞാൻ ഹോമർ ഷെരീഫ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്നത്തെ കാലത്ത് ഐഡന്റിറ്റി കാർഡ് കോളേജ് ഓർമ്മയില്ലേ? ഈ ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ട് എൻ്റെ വീണ് കിട്ടിയപ്പോൾ എൻ്റെ പേരിലും മുഹമ്മദ് കുട്ടി വന്നു. നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എൻ്റെ പേര് മമ്മൂട്ടിയായിരുന്നു. അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു. എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ്. അവനിപ്പോൾ എവിടെയാണോ